ാട്ടം കണ്ട് അതുപോലെ തുള്ളാൻ തുടങ്ങിയ അനുഭവിക്കുന്ന നീയായിരിക്കും. ഞാൻ എങ്ങനെയാ ചേച്ചി അവിടെ ജീവിക്കുക? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആട്ടെ, കണ്ണന്റെ അമ്മ എങ്ങനെയാ? കണ്ണനോ? അറിയില്ല. നിനക്കറിയാണ്ട്? അറിഞ്ഞിട്ടെന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, കണ്ണന് വേറെ രാകേഷിനെ പോലെ ഒരു വെൽ ക്വാളിഫൈഡ് സുന്ദരനാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്തു പോവില്ലേ? അതിപ്പോ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയെന്ന് വരൂല്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നിന്റെ ചേട്ടൻ വരച്ച വരലല്ലേ ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും അപ്രിയം കാണിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഓരോ വിധത്തിലാണെന്ന് മാത്രം. നീ ആദ്യം മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുക. കണ്ണം വന്നിരുന്നു നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. അറിഞ്ഞു. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? എനിക്കവിടെ കഴിയാൻ പറ്റില്ല അച്ഛാ. ഞാൻ നിർബന്ധിക്കില്ല. എന്നാലും പറയേണ്ട കടമ എനിക്കുണ്ട്. താലി കെട്ടിയ പുരുഷനാ ഭർത്താവ്. അതാ നമ്മുടെ സംസ്കാരം. അത് മോളെ മറക്കരുത്. അമ്മേ, ചേച്ചി വരുന്നു. വരൂ ചേച്ചി, വരൂ. മോള് വന്നോ? എടോ കണ്ണ, തന്നെ ഒരാൾ കാത്തിരിക്കുന്നു. അയ്യോ, അവനെവിടെ? ആ തെണ്ടി എവിടെ? സൂക്ഷിച്ച് സംസാരിക്കുന്നത് സർക്കാർ ഓഫീസാണ്. അതുകൊണ്ട് എല്ലാ തെണ്ടിന്ന് വിളിച്ചേ. തനിക്ക് എന്താണോ വേണ്ടത്? തനിക്ക് എന്താന്ന്? ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നില്ല. കള്ളത്തിരുമാരി അവനെങ്ങോട്ട് ഇറക്കി വിട്. നിങ്ങൾ സംസാരിച്ചു. അവനെവിടെ? അവിടെ നിൽക്കേ. താനല്ലോട് വന്ന് കൊല്ലേണ്ടത്. എണ്ണി വാങ്ങിച്ചില്ലേ 10,000 രൂപ സ്ത്രീധനായിട്ട്? എന്നിട്ട് ഇപ്പൊ പൊട്ടം കളിക്കുന്നോ? എന്റെ രാമൻ നായരെ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛ എവിടെ? വെറും 10,000 രൂപയുടെ കാര്യമല്ലേ രാമൻ നായരെ? പോട്ടെ നോക്ക്. പോട്ടേന്നോ? താൻ കെട്ടോടെ എന്റെ മോളെ? കാണാൻ തന്നെ പോലെ അല്ലെങ്കിൽ കേട്ടാം. എന്താണ്? ഏയ് വരുന്നു. രാമൻ നായരെ കൈ വിടുന്നു. അല്ല സി വന്നാലും പോകുന്ന പ്രശ്നമില്ല. ഒന്നുകിൽ രൂപ അല്ലെങ്കിൽ അവൻ. എന്താ ഇവിടെ? നിങ്ങളാരാ? ഞാൻ ആരാന്നോ? 10,000 രൂപയുടെ കാര്യം. 10,000 രൂപയുടെ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനുണ്ടെന്ന്. പാലം പണിഞ്ഞ കോൺട്രാക്ടറാ. ബില്ല് പാസ്സാക്കി കിട്ടിയില്ലെങ്കിൽ ഇടിക്കുമെന്ന്. എന്നെ ഇടിക്കാൻ എവിടെ ഒരുത്തനും വളർന്നിട്ടില്ല. അല്ല, ബില്ലിന്റെ കാര്യത്തിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെ ആയാലേ ഞങ്ങൾ സ്റ്റാഫുകൾ കുഴഞ്ഞു പോകും സാർ. താൻ എന്താ പറയുക? ബില്ലോ? നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി പാലത്തിന്റെ ഉദ്ഘാടനം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്തു. കിട്ടാനുള്ള പണം എപ്പോഴായിരുന്നാലും കിട്ടുമല്ലോ. ഈ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. 10,000 രൂപ സ്ത്രീധനോ? അതെ, പുള്ളിക്ക് ഒരുപാട് ബില്ലുകൾ പാസ്സായി കിട്ടാനുണ്ട്. മാറി കിട്ടാത്തതിന്റെ വിഷമത്തിൽ ആൾക്ക് സ്വല്പം മെന്റലായിരിക്കും. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സാറകത്തേക്ക് പോയിക്കോ. ഓ മിണ്ടല്ലേ. താൻ എന്ത് മനുഷ്യനാണോ? സാറിനോടാണ് സ്ത്രീധനത്തിന്റെ കാര്യം പറയുന്നത്. അതിനെന്താ? അങ്ങേര് സ്ത്രീധന വിരുദ്ധ സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റാണ്. അതെ, പിന്നല്ലാതെ. എന്ന് കരുതി ഞാൻ എന്റെ പൈസയോട് പോയി ചോദിക്കുന്നു. രാമൻ നായർ വിഷമിക്കരുത്. എത്രയും വേഗം കണ്ണനോട് പറഞ്ഞ് ആ തുക ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. ഇപ്പൊ പോ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ച വീണ്ടും ഞാൻ വരും. മാറി പോ. രാമൻ നായരെ, ഗോവിന്ദനൊരു വാക്ക് പറഞ്ഞ വാക്കാ. പക്ഷെ അത് പാലിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. പോയോ? വീണ്ടും വരും. കണ്ണാ, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു കേൾക്ക്. രാധിക പൂർണ്ണ മനസ്സോടെ നിന്റെ കൂടെ നിൽക്കണ്ടേ? നിനക്ക് അവളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരു കുടക്കീഴിൽ നടക്കണ്ടേ? കണ്ണാ, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കണ്ടേ? പറയടാ വേണമെന്ന്. എന്നാ ഞങ്ങൾ പറയുന്ന അവളുടെ മുമ്പിൽ നീ ഇപ്പൊ വെറും ഒരു സീറോയാ. വെരി ബിഗ് സീറോ. അവൾ നോക്കുമ്പോ നീ വെറും ഒരു 10ാം ക്ലാസ്സുകാരൻ പ്യൂൺ. പണമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സ് കവരാം, മുക്രയിടുവിക്കാം, ഇച്ഛ വരപ്പിക്കാം. എങ്ങനെ? അങ്ങോട്ട് ചോദിക്കേ. ഇങ്ങോട്ട് നോക്ക്. 17 വയസ്സുകാരി 70 വയസ്സുകാരനെ പ്രേമിച്ചിട്ടുണ്ട്. വെറും ഒരു കുഷ്ഠരോഗിയോട് പ്രേമം തോന്നിയ മദാമ്മ അവളുടെ എല്ലാ ഇട്ടെറിഞ്ഞ് അവന്റെ ജീവിത പങ്കാളിയായ സംഭവമുണ്ട്. ഞാൻ കുഷ്ഠരോഗി അവിടെ നിന്നാണോ? എന്നല്ല, ദിവ്യമായ പ്രേമത്തിന് ഒന്നും ഒരു വിലങ്ങുതടിയല്ല. ദേ,
പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പഠിപ്പും പണവും സൗന്ദര്യവും ഒന്നും വേണ്ട. നല്ല പെരുമാറ്റം മാത്രം മതി. അതിന് ഇന്നു മുതൽ നീ പുതിയൊരു കണ്ണനാവണം. ഇല്ലേ ഞങ്ങൾ ആക്കും. രാധിക വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ആക്രാന്തം പിടിച്ച് ഓടി ചെല്ലരുത്. അവൾ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ശപ്പന്ന്. ആ മറിച്ച് പോകാതിരുന്നാലോ കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ കണ്ണ് കഴിക്കും, മുഷിയും. വാതിൽക്കൽ കേൾക്കുന്ന ഓരോ മിതിയടി ശബ്ദവും അതെന്റെ കണ്ണേട്ടനായിരിക്കണേ എന്നവൾ പ്രാർത്ഥിക്കും. അപ്പൊ ഠേ എന്ന് വന്നിട്ട് നീ വാതിൽക്കൽ തട്ടുന്നു. ടക് 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 ടക്. അവൾ വാതിൽ തുറക്കും. പരിഭവം ഉണ്ടാവും. അതൊരു സൗന്ദര്യപ്പിണക്കം മാത്രം. അപ്പൊ നീ നിന്റെ ഈ 32 പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ആദ്യം ഒന്ന് നിർത്ത്. ഗൗരവം വിടരുത്. ആ നോക്കട്ടെ, സ്വല്പം കൂടി ആവാം. ആ സ്റ്റൈലായിട്ടുണ്ട്. ചോറും വിളമ്പി വെച്ച് അവൾ കാത്തിരിക്കും. നീ വെയിറ്റ് ഇട്ട് സ്വപ്പം നേരം നിൽക്കുന്നു, കഴിക്കാനിരിക്കുന്നു. ഇവനൊരു സ്വഭാവമുണ്ട്, ആർത്തി. വിളമ്പുന്നത് മുഴുവൻ കാണാത്തത് കണ്ടതുപോലെ നക്കി തോർത്തി തിന്നും. അധികം കഴിക്കരുത്. അവൾ അപ്പുറത്ത് നിന്നെ ഒളികന്നിട്ട് നോക്കുന്നുണ്ടാവും. ആഹാരം ഓരോ വറ്റുകളായി ഇങ്ങനെ ഇറങ്ങാത്തതുപോലെ ഏതോ ഒരു ദാഹം. അപ്പൊ നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. ഇത് ആ ദാഹമല്ല, ആത്മാവിന്റെ ദാഹം. അതവൾ മനസ്സിലാക്കണം. നീ മുഴുവനും കഴിക്കാതെ എഴുന്നേൽക്കുന്നു, കൈ കഴുകുന്നു. അവൾക്കും ഒരാഗ്രഹം കാണും, ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ. അധ്യായം 1 കഴിഞ്ഞു. അധ്യായം 2 ആദ്യ രാത്രി. നിന്റെ വിവരക്കേട് കൊണ്ട് നിന്റെ ആദ്യ രാത്രി നീ കുളവാക്കി. ഇന്നാണ് നിന്റെ യഥാർത്ഥ ആദ്യ രാത്രി. നീ മണിയറയിൽ കാത്തിരിക്കുന്നു. അവൾ മന്ദം മന്ദം നടന്നു വരുന്നു. അരയന്നത്തെ പോലെ വ്രീളാവതിയായി. എന്താ എവിടെ ഇങ്ങനൊന്നും പറഞ്ഞ് ഇവന് മനസ്സിലാവൂലെന്ന്. നീ നോക്ക്, ഞാൻ നീ ഗോവിന്ദട്ടൻ രാധിക. ഞാൻ കണ്ണൻ, നീ രാധിക. അല്ലല്ല, ഇക്കാര്യത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കാണ്. എനിക്ക് പിള്ളേർ 2. അപ്പൊ ശരി, ഞാൻ രാധിക. ഇങ്ങോട്ടുണ്ട്. ഞാനാണ് നീ. ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. രാധേ, ഞാൻ എങ്ങനെ വിളിച്ചോട്ടെ? മൗനം. വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ഓർക്കും, ആരായിരിക്കും എന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതെന്ന്. ഒരു സുന്ദര ശില്പം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടന്നു. മാർബിളിൽ കൊത്തിയ രാധയുടെ ശില്പം. ആ രാധയെ ഞാൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കണ്ടു. അതെ, ആ മാർബിൾ രാധയാണ് നീ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എവിടുന്ന് കിട്ടിയതൊക്കെ? ഒരു പഴയ നാടകത്തിൽ നിന്ന്. ഇങ്ങോട്ട് നോക്ക്. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ വികാര തരളിതയായിട്ട് നിൽക്കും. രാധികയെന്ന് വിളിക്കും. രാധേ, കുറച്ചുകൂടെ ഉറക്കം വിളിക്കേ. രാധികയെ എന്നെന്നും എന്റെ കണ്ണേട്ടാ കെട്ടിപ്പിടിക്കേ. ഇതൊരു പൂ പോലെ എന്നെ കോരിയെടുക്ക്. ഇതെന്തോ പൂ തന്നെ പോലുണ്ട്. അയ്യോ, പ്രാക്ടിക്കൽ അല്ലേ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ് പോക്കറ്റിത്തരം കാണിക്കുന്ന. നീ കട്ടിലെ കിടന്ന് സൂക്ഷിക്കണം കേട്ടാ. നീ ഇതുവരെ എവിടെയായിരുന്നു? രാധിക ഒന്നും അറിഞ്ഞില്ലേ? ഇനി വഴുതിലായിട്ട് പെരുമാറണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. വിവാഹത്തെക്കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ അവരുടെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ മാർബിൾ രാധയാണ് നീ. അത് പിന്നെ മാർബിളില് പ്രതിമയൊക്കെ ഉണ്ടാക്കൂലേ, അത് രാധികയാണ്.
എന്റെ മാർബിൾ രാധികയാണ്. തൊട്ടുപോലെ എന്റെ ഭർത്താവാണെന്ന് എല്ലാരും പറയുന്നത്. താലി കെട്ടിപ്പോയില്ലേ? മറുത്തു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ. പക്ഷെ എന്റെ മനസ്സ് അതെനിക്ക് വിട്ടു തന്നേക്കൂ. രാധിക എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സ്നേഹം ഒരു കോമാളിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്റെ ഭർത്താവ് ഒരു കോമാളിയാവുന്ന എനിക്കിഷ്ടമല്ല. അപ്പൊ സംഗതി ഏറ്റു. നീ ആദ്യം പോലെ പറ. നിങ്ങള് പറഞ്ഞെന്ന പോലെ ഞാൻ പോയി. രാധിക കാത്തിരിക്കുകയായിരുന്നു. എന്തൊരു പരിഭവമായിരുന്നു ആ മുഖത്ത്. എന്നിട്ട് അവൾ എന്റെ മുറിയിലേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞ പോലെയെല്ലാം പറഞ്ഞ് രാധികയെന്ന് വിളിച്ചപ്പോ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. നീ ഒന്ന് വേഗം പറയടാ. അവളുടെ കയ്യിൽ ഞാൻ തൊട്ടപ്പോ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ട് അവൾ എന്റെ മാറിലേക്ക് ചാഞ്ഞു. രാധികയെ ഞാൻ കോരിയെടുത്തു. എന്നിട്ട് കണ്ണ 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 എടാ, സാരമില്ലടാ. പെണ്ണുങ്ങളുടെ മനസ്സ് കണ്ടെത്താൻ നിങ്ങളല്ല നിങ്ങളുടെ മുത്തപ്പന്മാര് വിചാരിച്ചാൽ നടക്കില്ല. അതേ ഇരുമ്പ് പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. അല്ല, അതെങ്ങനെയാ ഒന്ന് തുറക്ക? ആ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ചേച്ചി? ഇവളോട് അഭിപ്രായം ചോദിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഈ പറയുന്ന ആള് കല്യാണത്തിന്റെ അന്ന് എന്നെ കണ്ടതും ബാലൻസ് ചെയ്തില്ലേ? എവിടെയായിരുന്നാ മനസ്സ്? നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കവർന്നില്ലേ? അയ്യടാ, ബാലൻസ് തെറ്റാൻ കണ്ടൊരു മോന്ത കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് നേരാ ഹരി, അത് തുറക്കാൻ പറ്റില്ല. കാരണം ആ പൂട്ടിന്റെ താക്കോല് പെണ്ണുങ്ങളുടെ അടുത്ത് തന്നെയാ. കണ്ണനെ രാധികയെ ഇഷ്ടപ്പെടണമെങ്കിൽ രാധിക തന്നെ വിചാരിക്കണം. അതിനാ നിന്റെ സഹായം തേടുന്നത്. കണ്ണാ, അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നേ. പിന്നെന്താ ചേച്ചി ഒരു വഴി? ഒരു ചെറിയ പരീക്ഷണം വേണമെങ്കിൽ നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അലിവുള്ളവരാണേ ഞങ്ങള് പെണ്ണുങ്ങള്. നിങ്ങളെപ്പോലല്ല. കണ്ണനൊന്ന് കിടപ്പിലായെന്നിരിക്കട്ടെ, ഹൃദയമുള്ളവളാണെങ്കിൽ ശുശ്രൂഷിക്കാതിരിക്കില്ല. അത് ഐഡിയ. പക്ഷെ സംഗതി സീരിയസ് ആവണം. ആംബുലൻസ് മുറ്റത്തൊന്ന് നിൽക്കുമ്പോ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചോണ്ട് ഓടി വരും. ഇവർക്ക് വല്ല വിവരമുണ്ടോ? എടി, ഡെഡ് ബോഡി കൊണ്ടുവരാനാണ് ആംബുലൻസ്. മരിച്ചു കഴിഞ്ഞ ശേഷം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ആര് കാണാനാ? എന്നാ മരിക്കണ്ട, മരിച്ചതിന് തുല്യമായാ മതി. അല്ലെങ്കിലും മരിച്ചതിന് തുല്യമല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. കമല് പറഞ്ഞ പോലെ നിനക്കൊരു അസുഖം വരാൻ എന്താണ് ഒരു മാർഗം? കഴിഞ്ഞ ആഴ്ച ഒരു വയറിളക്കം വന്നതാ. ഇനി പനിയാണെന്ന് പറഞ്ഞാലോ? ഏയ്, പനിയും ജലദോഷമൊന്നും പോരാ. ചുരുങ്ങിയത് കയ്യും കാലും എങ്കിലും ഓടിയണം. അത് മനസ്സിലിരുന്നാ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. രാധിക വരണമെങ്കിൽ മതി. വരണോ? എങ്കിലൊറ്റ വഴിയേ ഉള്ളൂ.
ഇത് സ്ലീപ്പിംഗ് പിൽസ് ആണല്ലോ. പ്രിസ്ക്രിപ്ഷൻ വേണം. പ്രിസ്ക്രിപ്ഷൻ കളഞ്ഞുപോയി. എത്ര എണ്ണം വേണം? 5 എണ്ണം കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? 5 എണ്ണവും? ആള് കാഞ്ഞു പോവില്ല ചങ്ങാതി. ഒരു 3 എണ്ണം ആയാലോ? അല്ല, എന്താ നിങ്ങളുടെ ആവശ്യം? മരിക്കരുത്, പക്ഷേ സീരിയസ് ആയി ആശുപത്രി കൊണ്ടുപോകണം. അതിന് എത്ര എണ്ണം കഴിക്കണം? ചാവണമെങ്കിൽ പോയി വണ്ടിക്ക് തലവെക്കടൂ, വെറുതെ മനുഷ്യനെ കോടതി കയറ്റാണ്ട്. അയ്യോ അയ്യോ, എന്നെ കൊന്നേ, എന്റെ ജീവൻ പോയേ. അയ്യോ, എന്നെ ഇടിച്ചിട്ടു. എന്ത് പറ്റി? സൈക്കിൾ. അയ്യോ, ഒരു സോഡ വാങ്ങി ചോദിച്ചിട്ട് പോടോ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഓരോരുത്തരും വന്ന് കേറിക്കോളും ചാവാനായിട്ട്. നിർത്ത്. എന്റെ വൈഫാ. ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. പനി മാറിയില്ലേ? കുറച്ച് കുറവുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ എക്സ്റേ എടുക്കാൻ കൊണ്ടുവരിക. കുറച്ച് സമയമായിരിക്കും. രാധികെ,